കഴിഞ്ഞ 2 ആഴ്ചയിൽ കേട്ട കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഹാലയിലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആവശ്യമുണ്ടോ, അഭിഷേകം എങ്ങനെയാണ് വരുന്നതെന്നും അതിനകത്ത് ആന്തരികമായ അഭിഷേകത്തെ കുറിച്ചൊക്കെ വിശദമായി കേട്ട് ഇനി നമുക്ക് നമ്മുടെ മേൽ വരുന്ന അഭിഷേകം നമ്മളൊന്ന് ആദ്യത്തെ ദിവസം തന്നെ അതിനെക്കുറിച്ചൊന്ന് പ്രതിപാദിച്ചു പോയിരുന്നു. പക്ഷേ എങ്കിലും അതിനെക്കുറിച്ച് ഇത്തിരിയുടെ വിശദമായിട്ട് അതുപോലെ ഇതിൽ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് റൈറ്റപ്പായിട്ട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 ദിവസത്തെ ഡേ 1 ഡേ 2 ഡേ 3 അതെനിക്കൊന്ന് ബോബി സിസ്റ്റർ അടുത്തുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതൊന്ന് വാങ്ങി എല്ലാവരും അത് ഗ്രൂപ്പിൽ ബോബി സിസ്റ്റർ അന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അന്ന് വായിക്കണേ, അതിൽ തന്നെയാണ് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങളത് ഒന്ന് വായിക്കുന്നത് കൂടെ നല്ലതായിരിക്കും. അപ്പൊ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അടുത്ത് നമ്മള് ലൂക്കോസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാം. ആരെങ്കിലും വായിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ ലൂക്കോസ് ഞാൻ വായിക്കാം. 4:18. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. മതി. ഹല്ലേലൂയ. ഇവിടെ പറയും ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പോൾ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ എടുത്ത് പറയുന്നുണ്ടോ, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഞാൻ പറഞ്ഞു, മേൽ വരുന്ന അഭിഷേകം എപ്പോഴും പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള അഭിഷേകമാണ്. ഹല്ലേലൂയ. അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ നമ്മൾ വേലയ്ക്കായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്ക് അനുസരിച്ച് നമ്മൾ ശുശ്രൂഷിക്കാൻ വേണ്ടിയുള്ള അഭിഷേകമാണ്. അപ്പം ഇവിടെ യേശുക്കർത്ത എഴുന്നേറ്റ് നിന്നുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തുറന്ന് വായിച്ചതിന് ശേഷം യേശുക്കർത്ത പറഞ്ഞത് എന്താ വെച്ചാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. അപ്പൊ നമ്മൾ ആത്മാഭിഷേകം പ്രാപിക്കണം എന്നുള്ളത് ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഈ അഭിഷേകം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്ര നമുക്ക് പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നമ്മൾ പറയും ആത്മാവിന്റെ ഫലവും ആത്മാവിന്റെ കൃപയും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ ആത്മാവിന്റെ പ്രവൃത്തിയായിട്ട് അത് വെളിപ്പെടുന്നത് നമ്മൾ പറയാറുണ്ട്. കാരണം പ്രവർത്തിക്കണമെങ്കിൽ ഫലമില്ലാതെ നമുക്ക് വലിയ നാൾ മുൻപോട്ട് ഓടാൻ പറ്റത്ത ആത്മാവിന്റെ ഫലമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പഴയ നിയമത്തിൽ എപ്പോഴും മേൽ വരുന്ന അഭിഷേകം മാത്രമേ അവർക്ക് നൽകിയിരുന്നുള്ളൂ. അവർക്ക് ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അവരുടെ ആത്മീയ വർധനമായിട്ട് അകമേ ഒരു അഭിഷേകത്തെ അവർക്ക് നൽകിയിരുന്നില്ല. പഴയ നിയമം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും പറയാം, ഏകദേശം 50-ൽ പരം ഹല്ലേലൂയ എടുത്ത് ആത്മാവ് എൻ്റെ മേൽ വന്നു, എൻ്റെ മേൽ വന്നപ്പം നമ്മൾ കാണുന്നത് ശൗലിന്റെ ആദ്യത്തെ രാജാവായ ശൗലിന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ ശൗലിന്റെ പ്രവാചകന്മാരുടെ കൂടെ പ്രവചിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. ആത്മാവ് മേൽ വരുന്നതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ നമുക്ക് ശിംശോനെയാണ് പഠിക്കുന്നത്. ശിംശോന്റെ മേൽ ആത്മാവ് വന്നപ്പോൾ വന്നും പോയി നിന്നിരുന്ന ആത്മാവ് നമുക്ക് കൃത്യമായി അറിയാം. ആത്മാവ് വന്നപ്പോൾ അവൻ സിംഹത്തെ കീറിക്കളഞ്ഞു. കഴുതയുടെ പച്ച താടികളിൽ കൊണ്ട് 1000 ആൾക്കാരെ അടിച്ചു കൊന്നു. അവസാനം നമുക്കറിയാം അഭിഷേകം നഷ്ടപ്പെട്ട ശേഷം ഒരിക്കൽ കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുമ്പോൾ ഹല്ലേലൂയ അഭിഷേകം വന്നു. അവരുടെ ആലയത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ തൂണുകളെ പിഴുതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമുക്ക് ആ കൊന്നവനെക്കാട്ട് കൂടുതൽ മരിച്ചപ്പോൾ അധികം ആൾക്കാരെ കൊല്ലുവാൻ സാധിക്കും. അപ്പോഴൊക്കെ ശിംശോൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കേൾക്കാം. അപ്പൊ കർത്താവേ അല്ലെങ്കിൽ ദൈവമേ ഒരിക്കൽ കൂടി ആ അഭിഷേകം എന്റെ മേൽ തരണമേ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഈ അഭിഷേകം മേൽ വരുന്ന അഭിഷേകം ഞാൻ പറഞ്ഞു നമുക്ക് പ്രവൃത്തിയുടെ അഭിഷേകമാണെന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ നമ്മൾ ശിംശോനെ എടുത്ത് പഠിച്ചാൽ മനസ്സിലാകും ഈ മേൽ വരുന്ന അഭിഷേകം സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന്. അല്ലേ? അകമേ വരുന്ന അഭിഷേകം നമുക്ക് സ്ഥിരമായി വരുന്ന അഭിഷേകമാണ്, സ്ഥിരമായി തന്നിരിക്കുന്ന ആത്മാവാണ്. അത് നമ്മളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകത്തില്ല. കാരണം ഹല്ലേലൂയ യേശുക്കർത്താവ് തന്നെ ഞാൻ നിങ്ങൾക്ക് സ്ഥിരമായൊരു ആത്മാവിനെയൊക്കെ ഒരു കാര്യസ്ഥ നിങ്ങളുടെ ഉള്ളിൽ വരും. ഹല്ലേലൂയ. പഴയ നിയമത്തിലും പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ഥിരമായ ആത്മാവിനെ ഞാൻ ഉള്ളിലാക്കും. ആ ഉള്ളിലാക്കിയിരിക്കുന്ന ആത്മാവ് വിട്ടുപോകത്തില്ല എങ്കിൽ, പക്ഷെ പുറമേ വരുന്ന ആത്മാവ് നമ്മുടെ മേൽ വരണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിശുദ്ധി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ നിന്ന് വിട്ടുമാറി ശൗല് നമ്മൾ ആദ്യത്തെ രാജാവ് ശൗലിനെ എടുത്ത് പഠിച്ച മനസ്സിലാവും. ശൗലിന് കണ്ണുകടി അല്ലെങ്കിൽ അസൂയ വന്നപ്പോൾ ശൗലിനോട് ദൈവം കൽപ്പിച്ചിട്ട് ദുരാത്മാവ് അവന്റെ മേൽ വന്നു. ദുരാത്മാവ് വരുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ നിൽക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിത വിശുദ്ധി ജീവിതത്തിൽ സ്തോത്രം നല്ല ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ല നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മുടെ പുറമേ വരുന്ന ആത്മാവിന്റെ അഭിഷേകം നമുക്ക് നഷ്ടപ്പെടാൻ ഇടയായിത്തീരും.
അപ്പൊ ഇത് പ്രാപിക്കുമ്പോൾ, അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ദൈവം നമ്മൾ അധികമായി സ്നേഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് പറയുന്ന ഈ അഭിഷേകം അഗ്നിയാണ്. ഇത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിലൂടെ ഇത് മാനിഫെസ്റ്റ് ചെയ്യും. ശുശ്രൂഷയൊക്കെ ചെയ്യാൻ നല്ല രസമാണ്. ഭയങ്കര. പക്ഷേ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, അശുദ്ധി ഉള്ളിടത്ത് ഇത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാതായി പോകും. നമ്മുടെ ജീവിതത്തിൽ നന്മയാകത്തില്ല. അതുകൊണ്ടാ ദൈവം നമ്മൾ അശുദ്ധമായി നിൽക്കുകയാണെങ്കിൽ അത് നമ്മുടെ മേൽ അയക്കാത്തതിന്റെ കാര്യം അതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴാണ് പിന്നെ നമ്മൾ മനസ്സാന്തരപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്ന അപ്പോൾ മാത്രമേ നമ്മൾ മാനസാന്തരം വിശുദ്ധി പ്രാപിച്ചെന്ന് തോന്നിയാൽ മാത്രമേ അത് നമ്മുടെ മേൽ വരികയുള്ളൂ. നമ്മൾ ദാവീദിനെ എടുത്ത് പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞാനിങ്ങനെ ചോദിച്ചു, ദാവീദ് പാപം ചെയ്തു. ദാവീദ് പാപം ചെയ്ത് എന്താ യൂരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കി യൂരിയാവിനെ കൊന്നു കളഞ്ഞ് അവർ ജീവിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനെ രക്ഷിപ്പിക്കാൻ പറ്റുന്നില്ലൊക്കെ. പക്ഷെ യൂരിയാവിന്റെ ഭാര്യയുമായിട്ട് ജീവിക്കുന്ന സമയത്തൊന്നും ദാവീദിന്റെ തെറ്റ് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ആ ഭാഗം പഠിച്ച മനസ്സിലാകും. പക്ഷെ അവിടെ എപ്പോൾ നാഥാൻ പ്രവാചകനെ ദൈവം അയക്കുകയാണ് ദാവീദിന്റെ അടുക്കല്. കാരണം ദൈവത്തിന് ദാവീദിനെ നേർവഴിക്ക് കൊണ്ടുവരണമെന്നുള്ളത് കൊണ്ട് ഒരു പ്രവാചകനെ അവിടേക്ക് അയക്കുകയാണ്. ആ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുന്നു, ഒരു കഥയൊക്കെ പറഞ്ഞിട്ട് പറയും, ആ മനുഷ്യൻ നീ ആയിരുന്നു എന്ന് പറയുമ്പം ദാവീദ് ഭയങ്കരമായിട്ട് അപ്പോഴാ ദാവീദിന് ബോധം. ദാവീദ് ഭയങ്കരമായിട്ട് ദൈവസന്നിധി പോയിരുന്നൊക്കെ നെല്ല് വിളിക്കും. 51 സങ്കീർത്തനം വായിച്ചറിയാം. നിന്നെ പരിശുദ്ധാത്മാനെ എന്നിൽ തിരിച്ചെടുക്കല്ലേ, നീ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ദാവീദ് നിലവിളിക്കുന്നതാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ഇത്ര ദിവസമായിട്ട് ദാവീദ് എന്തുകൊണ്ടാണ് ദാവീദിന്റെ തെറ്റ് തിരിച്ച്. ഇപ്പൊ നമ്മളെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തൽ വരാൻ തുടങ്ങും അല്ലെ? ഇത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലായി. നമ്മുടെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു കുറ്റബോധം വരും. കുറ്റബോധം വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു സമാധാനം ഇല്ലാതാവും. സമാധാനം ഇല്ലാതെ നമ്മൾ എന്താ വെച്ചാൽ ദൈവസന്നിധി പോയി കരഞ്ഞു നിലവിളിച്ച് തെറ്റി ഏറ്റി പറഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും. അങ്ങനെയല്ല എല്ലാവർക്കും. അത് ആരെങ്കിലും പ്രവാചകൻ വന്നിട്ട് നീ ചെയ്ത തെറ്റ് ഇന്നതാണെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് കുറ്റബോധം വരത്തുള്ളൂ. ദൈവത്തോട് അടുത്തേക്കുന്ന എല്ലാവർക്കും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ തെറ്റ് മിസ്റ്റേക്ക് ചെയ്താൽ പോലും കള്ളം പറഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് കുത്താൻ തുടങ്ങും. അത് ഹാലേലിയ. അന്നേരം നമ്മൾ ദൈവസന്നിധി അത് പറഞ്ഞ്. പക്ഷെ ദാവീദിന് എന്തുകൊണ്ട് ഈ ബോധം വന്നില്ല? ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ദാവീദ് തെറ്റാണെന്ന് നാഥാൻ പ്രവാചകൻ വന്ന് പറയും വരെ ദാവീദിന് എന്തുകൊണ്ട് പാപം അല്ലെ കുറ്റബോധം വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ അടുത്ത് പറഞ്ഞ കാര്യം, ദാവീദ് പാപം ചെയ്തപ്പോൾ തന്നെ ദാവീദിന്റെ മേലുള്ള ആത്മാവ് ദാവീദിനെ വിട്ടുമാറി. ദാവീദിന് ആത്മാവില്ലാത്തതുകൊണ്ട് ദാവീദിനോട് ആത്മാവിന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല നീ തെറ്റിച്ച്. കാരണം അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഹല്ലേലൂയ അവിടെ പ്രവാചകനെ അയക്കേണ്ടി വന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില തെറ്റുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ചില കുറവുകൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല, പല പ്രാവശ്യം ദൈവാത്മാവിനോട് ഇടപെട്ടിട്ട് നമ്മളിത് കേൾക്കുന്നില്ലെങ്കിൽ, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അടുക്കിലേക്ക് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ആരെങ്കിലും അയക്കും. അവരിലൂടെ ചിലപ്പോൾ ശബ്ദമായി അത് പുറത്തു വരും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഇവിടേക്ക് കാണുന്ന വെച്ചാൽ അപ്പൊ ദാവീദിന് ആത്മാവ് വിട്ടുമാറി. പിന്നെ ദാവീദ് കടന്ന് നിലവിളിക്കുന്ന ഒരു ഭാഗമാണിത്. അത് കഴിയുമ്പോൾ ദാവീദ് വീണ്ടും പരിശുദ്ധാത്മാവിൽ ആമീൻ ആശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ തുടങ്ങി. യൂരിയാവിന്റെ ഭാര്യ സ്വന്തമാക്കുന്ന കാലഘട്ടം എടുത്തു നോക്കി. ആ സമയത്തൊന്നും ദാവീദ് ആത്മാവിനോട് ആലോചന ചോദിച്ചിട്ട് കാണുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുക. കാരണം ആത്മാവ് വിട്ടുമാറി കഴിയുമ്പോൾ നേർവഴിക്ക് നടത്തുക. അപ്പൊ അതുപോലെ നമ്മുടെ മേൽ വരുന്ന ആത്മാവ് അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ജഡത്തെ അനുസരിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആത്മാവിന്റെ പ്രവൃത്തി നമ്മളോട് വെളിപ്പെടത്തില്ല. അപ്പൊ ആത്മാവിന്റെ ശുശ്രൂഷകരായി മാറണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി മാറണം. ചില ആൾക്കാരുടെ ശുശ്രൂഷകളൊക്കെ നമുക്ക് കാണാൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവർ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ തന്നെ ഭയങ്കര തീയുടെ അഭിഷേകം വ്യാപരിക്കുന്ന കാണാൻ പറ്റും. ആൾക്കാരൊക്കെ തെറിച്ചു പോവും. ഹാലേലിയ എന്ന് വെച്ചാൽ ഇത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുള്ള ആത്മാവ് മാനിഫെസ്റ്റ് ആവുമ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും, അറിയാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും ചുറ്റുപാട് നിൽക്കുന്നവർക്കും. അതുപോലെ ആത്മാവ് മാനിഫെസ്റ്റ് ആകുന്നില്ലെങ്കിൽ ആത്മാവ് മാനിഫെസ്റ്റ് ആകണമെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മേലെ ഈ ആത്മാവ് വരുന്നത്. ഒരെണ്ണ എടുത്ത് നമ്മുടെ തലയിലൂടെ ഒഴിക്കുമ്പോൾ ആ എണ്ണ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുമ്പോൾ മറ്റുള്ളവർ കാണുന്ന പോലെ ഈ അഭിഷേകം നമ്മുടെ മേലാ വരുന്നത്. ഈ മേൽ വരുന്ന അഭിഷേകം അങ്ങനെ തന്നെ പണ്ട് ഏതോ ഒരു ദേവദാസനോട് ഒരു കഥയല്ല മിൻസനോട് പറഞ്ഞു തന്നിരുന്നു.
ഹാലലൂയ. എന്താന്ന് വെച്ചാൽ പണ്ട് കാതറിൻ കുൽമാനൊക്കെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബെന്നിഹിനൊക്കെ സഞ്ചരിക്കുമ്പോൾ എയർപോർട്ടിലുള്ളവരൊക്കെ തെറിച്ചു പോകും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ടി പൊട്ടത്തിലൊക്കെ വിശ്വസിച്ചു, അയ്യോ അവരൊക്കെ പോകുമ്പോൾ വഴിയില്ല. അപ്പൊ ഞാൻ പിന്നെ ആലോചിച്ച്, ഇവ അങ്ങനെ ഒരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ എയർ ഹോസ്റ്റർമാരൊക്കെ എങ്ങനെ ഇവർക്ക് സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൈലറ്റ് എങ്ങനെയാണ് ഫ്ലൈറ്റ് ഓടിക്കുക, ഇവർ സഞ്ചരിക്കുന്ന സ്ഥലത്തു നിന്നെല്ലാം ആൾക്കാരെല്ലാം തെറിച്ചു പോകുന്നൊക്കെ പറയും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് എനിക്കും പരിശുദ്ധാത്മായിട്ടുള്ള കണക്ഷനൊക്കെ വന്ന് ബോധമൊക്കെ വന്ന് നമ്മൾ ചോദിച്ചു മനസ്സിലായി. ദൈവം അങ്ങനെ പരിശുദ്ധാത്മ ആരുടെ മേലും വ്യാപരിക്കത്തില്ല. അല്ലെ, പരിശുദ്ധാത്മ അങ്ങനെ വ്യാപരിക്കുന്നത് അവർ പോകുന്ന വഴി നമ്മൾ പറയാം, പത്രോസ് പോയ വഴി 78 രോഗികൾ സൗഖ്യമായെന്ന് കാണുന്നത്. പക്ഷെ പത്രോസ് സഞ്ചരിക്കുമ്പോൾ ഹാലേലിയ അവിടെ പത്രോസിന്റെ മേലുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് രോഗികളെ കൊണ്ട് കടത്തുക, വഴിയെ കൊണ്ട് അവിടെ പരിശുദ്ധാത്മാവിൻ ആത്മാവിൽ നടക്കുന്ന പത്രോസിന്റെ മേൽ നിന്നുള്ള ആത്മാവിന്റെ ശക്തിയാൽ അവർ സൗഖ്യമായി. അത് സത്യമാണ്. പക്ഷേ അല്ലേ, ദൈവത്തിന്റെ ആത്മാവിന് നല്ല സുബോധത്തിന്റെ ആത്മാവാ. ദൈവത്തിന്റെ ആത്മാവ് എയർപോർട്ടിൽ കൂടെ പോകുമ്പോൾ എയർപോർട്ടിൽ ആൾക്കാരെല്ലാം തെറിച്ചു പോകുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിക്കേ. അവർ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ആൾക്കാരൊക്കെ തെറിച്ചു. അപ്പൊ അതുകൊണ്ട് ദൈവാത്മാവ് സുബോധത്തിന്റെ ആത്മാവ് അത്. പക്ഷെ അവിടെ ഒരാൾക്ക് അത് വെളിപ്പെടണമെങ്കിൽ മാത്രമേ അത് വെളിപ്പെടൂ, അല്ലെങ്കിൽ പരിശുദ്ധാത്മ വെളിപ്പെടത്തില്ല. അങ്ങനെ ഹല്ലേലൂയ. ഇങ്ങനെ പൊട്ടക്കഥകളൊക്കെ വിശ്വസിച്ച ഒരാളായിരുന്നു ഞാനും. ഹല്ലേലൂയ. അത് അവര് കുറച്ചുകൂടെ കയറ്റി പറഞ്ഞതായിരിക്കും, അതെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷെ നമ്മുടെ മേൽ നിന്ന് ആത്മാവ് നമ്മുടെ നിഴൽ തട്ടുമ്പോൾ നമ്മുടെ പ്രസൻസിൽ നമ്മൾ കൈ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ മേൽ കിടക്കുന്ന ഷോള് ചിലപ്പോൾ അവരെ തട്ടുമ്പോൾ ഒക്കെ അവർക്ക് സൗഖ്യം വരാറുണ്ട്. നമുക്കറിയാം എലീശ പ്രവാചകന്റെ അസ്ഥിമേൽ തട്ടിയിട്ട് മരിച്ചൊരാള് എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. അപ്പൊ ആ അസ്ഥിയിൽ പോലും അഭിഷേകം നിലനിന്ന് വ്യാപരിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മുടെ മേൽ അതുപോലെ അഭിഷേകം നമ്മുടെ മേൽ പറഞ്ഞ ഒന്ന്, നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കും. ഞാൻ ആ റൈറ്റപ്പ് എഴുതിയതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു റൈറ്റപ്പ് എഴുതിയിട്ട് പാപം, ലംഘനം, അകൃത്യം എന്നതിനെ കുറിച്ച് അത് എനിക്കൊന്ന് ബോബി സിസ്റ്റർ എടുത്തുണ്ടോന്ന് തോന്നുന്നുണ്ട്. ഹല്ലേലൂയ. ഇല്ലേ സിസ്റ്ററെ? ഉണ്ട്. ഓക്കെ. അപ്പൊ പാപം, ലംഘനം, അകൃത്യത്തെ കുറിച്ചുകൂടെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. അഭിഷേകം നമ്മൾ വ്യാപരിക്കണം. പാപം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് നമുക്ക് പറയാം, മനഃപൂർവ്വം അല്ലാതെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് പാപം എന്ന് പറയും. ലംഘനം എന്ന് വെച്ചാൽ മനഃപൂർവ്വമായി ചെയ്യുന്ന തെറ്റുകൾക്ക് ലംഘനം എന്നറിയും. ഹല്ലേലൂയ. എന്നാൽ അകൃത്യം എന്താന്ന് വെച്ചാൽ നമ്മളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ്. അത് പാരമ്പര്യമായി നമ്മളെ പിന്തുടരുന്നതാകാം. അല്ലെ, ഈ 3 കാര്യങ്ങളിൽ നിന്ന് പല ദൈവദാസന്മാർക്കും വിശദമായിട്ട് പഠിപ്പിക്കാൻ അറിയത്തില്ല. കാരണം അവരെല്ലാവരും ഒറ്റ ഇതിലാണ്, പാപം അല്ലെങ്കിൽ ലംഘനം, അകൃത്യം. പക്ഷെ അല്ല, ഇത് മൂന്നാണെന്ന് തിരിച്ചറിവിടെ. അപ്പൊ നമ്മൾ മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്ന തെറ്റുകൾ ദൈവം ചിലപ്പോൾ ക്ഷമിക്കും. പക്ഷേ ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ദൈവസേന ക്ഷമിക്കത്തില്ല. അതിന് എന്ത് വേണം ക്ഷമിക്കണമെങ്കിൽ നമ്മൾ അതിനെ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ മാത്രമേ അത് ക്ഷമിക്കപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് ക്ഷമിക്കപ്പെടത്തില്ല. ഹല്ലേലൂയ. അതുപോലെ അകൃത്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും ഒരു പാപം ഒരു പാപത്തിന്റെ വാഞ്ച നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും നമുക്ക് എത്രയൊക്കെ ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചും ഇത് നമ്മളിന്ന് വിട്ടുപോകാതെ നമ്മൾ അതിലേക്ക് ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ അതിന് മദ്യപാനികളാണ്. മദ്യപാനികൾ മിക്ക ദിവസം രാവിലെ പല കള്ള് കുടിക്കുന്നവരോട് ചോദിച്ചറിയാം. രാവിലെ ആകുമ്പോൾ ഭാര്യയുടെയൊക്കെ തലയിൽ തൊട്ട് കൊച്ചിക്കണ തലയിൽ തൊട്ടൊക്കെ സത്യം ചെയ്തിട്ട് പറയും, ഞാൻ ഇനി കുടിക്കത്തില്ല, ഇതോടുകൂടി നിർത്തി, ഇനി മുതൽ ഞാൻ ഇന്ന് തുടങ്ങിയിട്ട് ഞാൻ കുടിക്കത്തില്ല. പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ അവർ 4 കാലിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, കഴിക്കരുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പക്ഷേങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരുടെ സമയമാകുമ്പോൾ ഈ ഒരു സമയത്ത് ഇവർ ഉള്ളിൽ ആരോ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകും. ഹല്ലേലൂയ. അങ്ങനെ അത് പല കാര്യങ്ങൾ. ചില ആൾക്കാർ കള്ളം പറയത്തില്ല എന്നൊക്കെ തീരുമാനം എടുത്താലും ഒരു കാര്യം ഇല്ലെങ്കിൽ നാവിന്ന് വരുന്ന നാവ് വളച്ച കള്ളം പറയും. ഹല്ലേലൂയ. ചില ആൾക്കാർ അങ്ങനെ പല ക്യാരക്ടേഴ്സ്. ഇതെന്ന് വെച്ചാൽ മിക്കവാറുള്ളത് പാരമ്പര്യമായിട്ട് വന്നു. ചിലപ്പോൾ അപ്പം കുടിയനായിരുന്നു മക്കള് കുടിയന്മാരായി പോകും. ഒരു ഏജ് വരെയൊക്കെ അവരങ്ങനെയൊക്കെ ജീവിച്ചാലും പക്ഷെ ഒരു പർട്ടിക്കുലർ ഏജ് എത്തുമ്പോൾ ഇവരെ അതിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന പോലെ ഇതാണ് പിന്തുടരുന്ന പാപമാണ് അകൃത്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇത് 3-ൽ നിന്ന് നമുക്ക് മോചനം വേണം. ഇത് 3-ൽ നിന്ന് മോചനം ലഭിച്ചാൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മ അഭിഷേകത്തെ കൈകാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ആത്മാവിന്റെ ശുശ്രൂഷകരായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഈ സെക്ഷൻ നമ്മൾ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. അപ്പൊ ആത്മാവിന്റെ ശുശ്രൂഷകരാകുക എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് എന്ന് പറയും. നമുക്ക് ഇത് വളരെ ലളിതമല്ല. പക്ഷെ ഇതിനെക്കുറിച്ച് അതിന്റെ മർമ്മങ്ങൾ അറിഞ്ഞാൽ ഇത് ഭയങ്കര ലളിതമാണ് താനും. ഹല്ലേലൂയ. അപ്പൊ ഇത് നമുക്ക് ഭയങ്കര ഈസിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് വളരെ കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പരിശുദ്ധാത്മാവിനാലാണ് ശുശ്രൂഷകനെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന്, നമ്മുടെ നാവ് പിശാചിന് കൊടുക്കത്തില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. ഏത് സാഹചര്യത്തിൽ പോയാലും നമ്മുടെ അഭിഷേകം എല്ലോടെ അധികാരം എങ്ങനെ വെളിപ്പെടുന്നത്? നമ്മുടെ നാവിലൂടെ അധികാരം പുറത്തു വരുന്നത്. അപ്പൊ നമ്മുടെ നാവ്
ഇപ്പൊ നമ്മളൊരു കള്ളം പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദൈവത്തിന്റെ നാവായിരിക്കുന്ന നാവിനെ അല്പസമയം പിശാചിന് കൊടുത്തിട്ട് എന്നാ നീച്ചയിൽ ഉപയോഗിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഒരാളെ കുറിച്ചൊരു ഗോസിപ്പ് പറയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ നാവിനെ എടുത്ത് പിശാചിന്റെ കയ്യിലിട്ട് ഇച്ചിരി നീ ഉപയോഗിച്ചു എന്ന് പറയുന്ന പോലെ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയും. നമ്മുടെ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത പൊട്ടത്തരം, എന്താ കളിവാക്ക്, ചീത്തത്തരം, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴെല്ലാം നമ്മുടെ നാവിന് അല്പസമയം നമ്മൾ എന്ത് പിശാചിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ നാവിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ നാവിലാണ് നമ്മുടെ അധികാരം ഇരിക്കുന്നത്. നമ്മൾ നാവിലൂടെ അധികാരത്തെ ഉപയോഗിക്കുന്ന ദൈവം പറയുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ നാവ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നതും ഏറ്റവും കൂടുതൽ ദൈവസന്നിധി ഉപയോഗിക്കപ്പെടേണ്ട നാവ് തന്നെയാണ്. ഹല്ലേലൂയ. അതിനായിട്ട് യാക്കോബിന്റെ ലേഖനത്തിൽ കൃത്യം ചെറിയൊരു അവയവമെങ്കിലും ഒരു ചെറിയ തീ കാട് കത്തിക്കുന്ന പോലെ നാവ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ നാവ്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മ അഭിഷേകം അപ്പൊ പെന്തക്കോസ്താണ് കൂടിയിരുന്നവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് അവർക്ക് പിളർന്നിരിക്കുന്ന അത്തിനാവ് പോലെ അത് പ്രത്യക്ഷമായെന്ന. അപ്പൊ നാവാണ് അഗ്നിയായി മാറേണ്ടത്. നമ്മുടെ വായിൽ നമ്മൾ വാ തുറന്ന് സംസാരിക്കണം. നമ്മുടെ നാവിലെ വേണം പരിശുദ്ധാത്മ തീ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, അല്ലേ? നിങ്ങള് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ വായ കൊണ്ടല്ലേ പറയുന്നേ? രോഗി സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ വായ തുറന്നല്ലേ കൽപ്പിക്കുന്നേ? അപ്പൊ നാവിലൂടെ അല്ലേ ശബ്ദം പുറത്തു വരുന്നേ? ഹല്ലേലൂയ. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മുടെ നാവിനെ വളരെ നമ്മള് ഭയങ്കര എന്താ പറയാ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് കേൾക്കാൻ വേഗതയും പറയാൻ താമസമുള്ള നമുക്കൊക്കെ ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മളൊക്കെ കേൾക്കത്തില്ല, പൂർണ്ണമായും കേൾക്കത്തില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചാടി കയറി അതിനകത്ത് കയറി പറയും. ഞാൻ അതിന് തമാശക്കാണെങ്കിലും ദേവദാസന്മാരോടൊക്കെ പറയാണ്ട് നമ്മളെ സ്നാനപ്പെടുത്തുമ്പോൾ നമ്മുടെ നാവിനെ സ്നാനപ്പെടുത്തുന്നത്, വായി പൊട്ടിച്ചിട്ടില്ല എല്ലാവരും സ്നാനപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് നാവ് അങ്ങോട്ട് നമുക്ക് മെരുങ്ങാത്തത്. ഇനി നമ്മൾ സ്നാനപ്പെടുത്തുമ്പോൾ ഒരു തോൾ വെള്ളമെടുത്ത് വായിലെങ്കിലും കൊടുക്കണം, എന്നാലും ശരിയാകത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം നാവ് സ്നാനപ്പെട്ടിട്ടില്ലെന്ന് വേണം നാവിന് പറയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന പരിശുദ്ധാത്മാവിനെ മേൽ വരുന്ന അഭിഷേകത്തെ ഉപയോഗിക്കുക. മേൽ വരുന്ന അഭിഷേകം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അത് ഹല്ലേലൂയ നിങ്ങളുടെ മേൽ ഓരോ ദിവസവും നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പുതു പുതു വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ പകർച്ച നടക്കുന്നുണ്ട്. പക്ഷെ ഈ അഭിഷേകത്തിന്റെ പകർച്ച നടക്കുന്നത് പോലെ തന്നെ ഇത് ചോർന്നു പോകും. ഹല്ലേലൂയ. ആമേൻ. ഇത് കിട്ടുന്ന അഭിഷേകം ചോർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കിട്ടുന്നത് നിങ്ങൾ ചോർത്തിക്കളയാതെ അതിനെ സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഓരോ കാര്യങ്ങൾ വിശുദ്ധിയില്ലായ്മയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങളാകട്ടെ, അത് എന്ത് കാര്യമായാലും, അത് ചെറിയ ചെറിയ കാര്യമായിട്ട് വലിയ കാര്യമായിട്ട്, ഞാൻ എപ്പോഴും പറയും, 1 രൂപ കക്കുന്നതും 1,00,000 രൂപ കക്കുന്നതും കള്ളത്തരം തന്നെയാണ്. അപ്പൊ നമ്മൾ ചെറിയ കള്ളം പറയുന്നതും ഒരു വലിയ കള്ളം പറയുന്നതും അതും കള്ളത്തരം തന്നെയാണ്. എല്ലാത്തിനും ലിസ്റ്റിൽ ഒറ്റ പാപം ചെറിയ പാവമാണോ വലിയ പാവമാണോ എന്നുള്ളതല്ല. ചില ആൾക്കാർ പാവം എന്ന് പറയുമ്പോൾ ആൾപ്പാട് അവരുടെ മുമ്പിലേക്ക് വരുന്ന കാര്യം വ്യഭിചാരം, എന്താ പറയുക, കൊലപാതകം, മോഷണം, അല്ലെങ്കിൽ ഇതൊക്കെ വലിയ പാപങ്ങളിൽ ലിസ്റ്റ് വരുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനം വിശദമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. നമ്മൾ കേൾക്കാൻ നമ്മുടെ ചെവി കൊടുത്താൽ നമ്മൾ പാപം ചെയ്യുന്നു. അയ്യോ, അതെങ്ങനെ? ഞാൻ കേൾക്കാൻ എന്റെ ചെവി കൊടുത്തതേ ഉള്ളൂ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്നോട് ഒരാളുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ കുറച്ചു നേരം കേട്ടോണ്ടിരുന്നു. ഹല്ലേലൂയ. പക്ഷേ നീ കേൾക്കാനായിട്ട്, മറ്റൊരാളുടെ കുറ്റം കേൾക്കാനായിട്ട് നീ ചെവി വെച്ചു കൊടുത്താൽ നീ പാപം ചെയ്യുന്നു. ഹല്ലേലൂയ. നീ ചെവി കൊടുക്കുന്നുണ്ട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവരും പാപിയായി മാറുന്നു. ആ പാപത്ത് നിനക്ക് പങ്കുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് അതുപോലെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചില നിസ്സാരം എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ, യേശു കർത്താവ് പറഞ്ഞല്ലോ, നിന്റെ സഹോദരന്റെ നീ ഹൃദയത്തിൽ മൂടാന്ന് വിളിച്ചാൽ നീ കൊലപാതകം എന്നാ പറഞ്ഞേക്കുന്നത്. ഹൃദയത്തിൽ പറഞ്ഞാൽ മതി, സംഭവിക്കും. ഒരു എന്റെ ഭാര്യയെ മോഹിച്ചാൽ മതി, പാപം ചെയ്തു. ഹല്ലേലൂയ. പുതിയ നിയമം കുറച്ച് സ്ട്രിക്റ്റാ. ഞാൻ പറയും പഴയ നിയമമാണ് സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോഴല്ല, പഴയ നിയമത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തിയിലേക്ക് വന്നാൽ മാത്രമേ അത് പാപമാകത്തുള്ളൂ. പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിൽ ഹൃദയത്തിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് തോന്നൽ വന്നു കഴിഞ്ഞാൽ തന്നെ പാപത്തിലേക്ക് എത്തി നമ്മൾ. ഇത് ടഫാണ്. ഹല്ലേലൂയ. കാരണം നമുക്ക് പ്രാപിക്കാൻ എളുപ്പമാണ്. കാരണം പല ദൈവദാസന്മാരുടെ കൈവെപ്പിനാൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മ അഭിഷേകം വരും. നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ ചില പ്രാർത്ഥന നമ്മുടെ മേൽ പകർച്ചു തീർക്കും. പക്ഷെ ഇതെല്ലാം നമുക്ക് ഈസി ആയിട്ട് പ്രാപിക്കാൻ പറ്റും. പക്ഷെ പ്രാപിച്ചു കഴിഞ്ഞാൽ ഇതിനെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് ഈസി അല്ല. അപ്പൊ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞതാ,
പഴയ നിയമത്തിൽ ആമേൻ ദൈവത്തിന്റെ പുരോഹിതന്മാർ അതികാലത്തെ എഴുന്നേറ്റു യാഗപീഠത്തിൽ വിറകടുക്കി യാഗപീഠം കെട്ടുപോകാതെ അത് കത്തിച്ചുകൊണ്ടേയിരുന്നു, കത്തിച്ചു സൂക്ഷിച്ചിരുന്നു. അപ്പൊ യാഗപീഠത്തില് തീ കെട്ടുപോകാൻ അവർ അനുവദിച്ചില്ല. അതുപോലെ നമ്മളെന്ന യാഗപീഠത്തിന്മേൽ പകരപ്പെടുന്ന തീ പരിശുദ്ധാത്മ അഭിഷേകം അത് കെട്ടുപോകാൻ നമ്മൾ അനുവദിക്കരുത്. ഓരോ ദിവസം അതിനെ വിറകടുക്കി കത്തിക്കുന്ന പോലെ ഇതിനെ നമ്മൾ അന്യഭാഷയാൽ ഇത് ജ്വലിപ്പിച്ച് കത്തിപ്പിക്കണം. ഓരോ ദിവസം ഈ തീ കത്തിക്കൊണ്ടേയിരിക്കണം. ഇത് അണഞ്ഞു പോകരുത്. പണ്ടൊരിക്കൽ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ വിജയഞ്ചൽ പാസ്റ്റൊക്കെ ആത്മപകർച്ച മീറ്റിംഗ് തുടങ്ങിയിട്ട് ഏകദേശം 15 വർഷമെങ്കിലും കുറഞ്ഞതായിക്കണം. 2010 അവർ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരിക്കലും പഴയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് അവിടെ അപ്പൊ അതിനകത്തൊക്കെ പണ്ടേ പോലെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ എന്നിട്ട് അവരെയൊക്കെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവരൊക്കെ ഇപ്പോഴും ഒന്നും ആകാത്ത രീതിയിൽ നിൽക്കുന്നു. പക്ഷെ കുറെ പുറത്തുനിന്നുള്ള ആൾക്കാർ, അവരുടെ ചർച്ചയുടെ ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ അവിടുത്തെ ദേവദാസന്റെ ചർച്ചയുടെ ആൾക്കാർ പക്ഷേങ്കിൽ പുറമേന്ന് വന്ന് പ്രാപിച്ചുകൊണ്ട് പോയവരൊക്കെ വളരെ ശക്തമായിട്ട് ശുശ്രൂഷകരായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ഇത് ചോദിച്ചു. ഒരു പ്രാർത്ഥന മുൻപത്തെ ദിവസം ഞാൻ ചോദിച്ചു, കർത്താവേ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു വെച്ചപ്പോൾ ദൈവം എന്നെ ഒരു വെളിപ്പാട് കാണിക്കുകയുണ്ടായി. എന്താന്ന് വെച്ചാൽ തീ ഭയങ്കരമായിട്ട്, എല്ലാവരും ക്യാമറ ഓഫ് ആക്കി പോയാ, തീ ഭയങ്കരമായിട്ട് ഇങ്ങനെ ദൈവദാസൻ വന്ന് ദൈവദാസന്റെ ശുശ്രൂഷയിൽ ഭയങ്കരമായിട്ട് തീ ഇങ്ങനെ ആളിക്കത്തും. ഹല്ലേലൂയ. ഈ ആളിക്കത്തുന്ന തീയെ അതിനെ വീണ്ടും കത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രവണത അവിടെ ഇല്ലാത്തതുകൊണ്ട് എന്താ സംഭവിക്കുക? എല്ലാ 3 മാസം കൂടെ മീറ്റിംഗ് നടക്കുമ്പോൾ ദേവദാസം വന്നിട്ട് ഭയങ്കരമായിട്ട് തീയൊക്കെ ഇങ്ങനെ ആളിക്കത്തിക്കുക. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ചെയ്ത് ആളിക്കത്തും. അദ്ദേഹം പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ തീയെല്ലാം കെട്ട് പോയിട്ട് ചാരത്തിൽ മൂടി അങ്ങ് 2-3 കനലുകൾ മാത്രം കിടക്കും. അദ്ദേഹം വീണ്ടും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണി എന്താ വെച്ചാൽ ഇതിനെ ഈ കനലിൽ കിടക്കുന്നതിനെ ആളി കത്തിപ്പിക്കാം. വീണ്ടും പോകുമ്പോൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ ദേവദാസനോട് തന്നെ നേരിട്ട് പറഞ്ഞ, കർത്താവ് ഇങ്ങനെ എനിക്കൊരു വെളിപ്പാട് കാണിച്ചത്. അപ്പൊ പറഞ്ഞത് ശരിയാണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം എവിടെ നിർത്തിപ്പോകുന്നു അവിടെ നിന്ന് അതിനെ മുകളിലേക്ക് ഉയർത്തി അതിനെ വീണ്ടും ജ്വലിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോ പോയി പ്രാപിക്കുകയാണ്. അദ്ദേഹത്തിന് മീറ്റിംഗ് പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. മീറ്റിംഗ് നടക്കുന്ന ആത്മപോർച്ച് മീറ്റിംഗ് അവിടെ നടക്കുന്നു, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ദുബായിൽ. പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അതിന്മേൽ പകരപ്പെടുന്ന തീയെന്ന് വെച്ചാൽ ചെറിയ തീയല്ല. ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ ഈ തീ നമ്മുടെ മേൽ വന്നു കഴിയുമ്പം ഈ തീയെ കൊണ്ട് ചുമ്മാ പ്രാപിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് കെട്ടല്ല മങ്ങി ചാരത്തിൽ മൂടിയ കനലുകൾ പോലെ കിടക്കാൻ തുടങ്ങും. പക്ഷെ ഇത് പ്രാപിച്ചെടുത്ത ഞാൻ എന്ത് ചെയ്യണം? അടുത്ത ദിവസം തുടങ്ങി ഇതിനെ വീണ്ടും കത്തിക്കാൻ ഞാൻ എന്റെ പ്രാർത്ഥനയാലും വചന ധ്യാനത്താലും ഉപവാസത്തിലൊക്കെ ഇതിനെ കത്തിക്കുവാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ അതിനെക്കാട്ടി വലിയ തീയായിട്ട് ഇറങ്ങും. മീറ്റിങ്ങുകൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രാപിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഹല്ലേലൂയ ഇതിനെ നഷ്ടപ്പെടുത്താതെ, അറ്റ്ലീസ്റ്റ് അതിനെ നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാൻ പോലും ഇന്ന് ആൾക്കാർ റെഡിയാകുന്നില്ല എന്നുള്ളതാണ്. പെന്തക്കോസ്തുകാരെ മാളികമുറി കൂടിയിരുന്ന പത്രോസിന്റെ മേലൊക്കെ വന്ന പരിശുദ്ധാത്മ തന്നെ നമ്മുടെ മേൽ വന്നത്. പൗലോസിന്റെ മേൽ വന്ന പരിശുദ്ധാത്മ തന്നെ നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. യേശു കർത്താവിന്റെ മേലുള്ള അതേ ആത്മാവ് തന്നെ നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. യേശു കർത്താവ് മനുഷ്യനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ അതേ ആത്മാവ്, ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ഉയർത്തവന്റെ ആത്മാവ് എന്ന് പറയുന്നത് അതേ പരിശുദ്ധാത്മ നമ്മുടെ മേലിരിക്കുന്നത്. എന്നിട്ടും അവൻ ചെയ്ത പോലെ പ്രവൃത്തി നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി കാണുന്നതുമില്ല. ഞാൻ പറഞ്ഞു പരിശുദ്ധാത്മയെ കുറിച്ച് ഞാൻ പഠിപ്പിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തതിന്റെ കാരണം ഒരു ദൈവവചനമാണ്. ഒരു ദിവസം ഒരു ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുക, നമുക്ക് മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. അദ്ദേഹം പറഞ്ഞു പത്രോസിന്റെ മുമ്പിൽ ചെന്ന അനനിയാസും സഫീരയും വ്യാജം പറഞ്ഞപ്പോൾ മരിച്ചു വീണു. അത് ഇന്ന് ദൈവത്തിന്റെ കൃപ വലുതായതുകൊണ്ട് ഇന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പൊ ദൈവം കേട്ടോണ്ട് പരിശുദ്ധാത്മ പെട്ടെന്ന് എന്നോട് ഇടപെട്ടു, നോ, അത് തെറ്റാണ്. കാരണം ദൈവം ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും അനന്യനാണ്. ഗതിഭേദങ്ങൾ ആച്ഛാദനം വരാത്ത നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഇന്ന് അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മുടെ പരിശുദ്ധാത്മാവ് ഫുൾനെസ് ആയിട്ട് ഹല്ലേലൂയ ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് വെളിപ്പെടാൻ പറ്റിയ ഒരു ശരീരം ഇന്ന് കിട്ടാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന പത്രോസ് എന്ന വ്യക്തിത്വം അടങ്ങി ഇല്ലാതായി. പുതിയൊരു പത്രോസ് പരിശുദ്ധാത്മാവിനാൽ ഒരു പത്രോസ് ജനിക്കപ്പെട്ടവിടെ. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധാത്മ നമ്മുടെ മേൽ വരുമ്പോഴും നമുക്ക് എന്താ സംഭവം? നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് ഫുൾനെസ് ആയിട്ട് നമ്മൾ വെളിപ്പെടാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ജഡത്തിന്റെ സ്വഭാവങ്ങൾ ആത്മാവിന് വെളിപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഹല്ലേലൂയ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് ഇന്ന് നമ്മളിൽ വന്നാലും നമ്മുടെ മുമ്പിൽ വ്യാജം പറയുന്നൊരു മരിച്ചു വീഴും.
ഫുൾനെസ് ഓഫ് ഹോളി സ്പിരിറ്റ് നമ്മളുടെ വ്യാപരിച്ചാൽ ഏത് പൈശാചിക ശക്തിയാണെങ്കിലും കീഴടങ്ങും. ഹാലേലി ആമേൻ. യേശുകർത്താവ് കടന്നു ചെല്ലുമ്പോഴത്തേനും അവിടെ ചെന്ന് പിശാചുള്ളവനെ അന്വേഷിച്ചൊന്നും പോയില്ല. അവൻ ഓടി വന്ന് യേശുകർത്താവിന് പോയി മുട്ടുകുത്തി, അല്ലേ? പത്രോസിനെ പത്രോസിന്റെ ആമേ ഹാലേലിയ ആമയൊക്കെ ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട്. ഹാലേലിയ ഒറ്റ വാക്കിൽ മരിച്ചു കിടന്ന തബീത്ത എഴുന്നേറ്റ് വന്നു. ഹല്ലേലൂയ. പൗലോസ് പോയ സമയത്ത് വെളിച്ചപ്പാടത്തെ അവർ നോക്കിയിട്ട് പറഞ്ഞു, ആമേ ദൈവത്തിന്റെ മാർഗം സുവിശേഷിക്കുന്നവരാണ് ഇവരെന്ന് വിളിച്ചു പറഞ്ഞു. ഭൂലോകത്ത് അതുപോലെ അവർ ചെന്ന സ്ഥലത്തേക്ക് ആൾക്കാർ പറഞ്ഞു, ഭൂലോകത്തെ കുലുക്കുന്നു ഇവിടെയും വന്നു, കലക്കുന്നു ഇവിടെയും വന്നു എന്ന്. എന്തുകൊണ്ട് ഇതൊന്നും നമ്മളെ കുറിച്ച് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ഇന്ന് നേരത്തെയുള്ള ശുശ്രൂഷരൊക്കെ ആത്മാവ് ഗൈഡ് ചെയ്തപ്പോൾ അവർ മൂവ് ചെയ്തെങ്കിൽ, ഇന്നത്തെ ശുശ്രൂഷർ എല്ലാവരും 99% ആൾക്കാരും അവർ ഗൈഡ് ചെയ്യുന്ന പോലെ ആത്മാവ് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് പരിശുദ്ധാത്മാവിനെ കൊണ്ടു നടക്കാൻ ആഗ്രഹിച്ച പരിശുദ്ധാത്മ ഒരിക്കലും സ്വാതന്ത്ര്യത്തിന് ഫുൾനെസ് ആയിട്ട് നമ്മൾ വെളിപ്പെടത്തില്ല. പക്ഷെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മ നമ്മളിലൂടെയും വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ ഇത് ഇത് കേൾക്കുമ്പോൾ എത്ര പേർക്ക് ഇത് ഉൾക്കൊണ്ട് അതുപോലെ ഒന്ന് സമർപ്പിച്ച് പരിശുദ്ധാത്മ നമ്മളോട് പറയുകയാണ്, ഹാലേലിയ ആമേൻ, ചിലയിടത്തേക്ക് നീ പോകരുത് എന്ന് പറഞ്ഞ് നമ്മൾ പോകരുത്. ചിലതിലേക്ക് നീ കൈ നീട്ടരുത്. ചിലതിലേക്ക് നീ പോകണമെന്ന് പറഞ്ഞാൽ അവിടേക്ക് നമ്മൾ കടന്നു പോകണം. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്യാവശ്യങ്ങൾ ഉള്ളപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ വാങ്ങരുത് എന്ന് പറഞ്ഞാൽ വാങ്ങരുത്, എടുക്കരുതെന്ന് പറഞ്ഞാൽ എടുക്കരുത്. ഇങ്ങനെ ഓരോ കാര്യത്തും പരിശുദ്ധാത്മ ഗൈഡ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ആ പരിശുദ്ധാത്മ ശബ്ദത്തിന് നമ്മൾ ചെവി കൊടുത്ത് അതുപോലെ അനുസരിച്ചാൽ മാത്രമേ നമ്മളിലൂടെ പരിശുദ്ധാത്മ കൂടുതൽ ഇടപെടാൻ തുടങ്ങത്തുള്ളൂ, പ്രവർത്തിക്കാൻ തുടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാം, രാവിലെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പലപ്പോഴും രാത്രി ഉറക്കത്തെ പരിശുദ്ധാത്മ തട്ടി ഉണർത്തുന്ന അനുഭവം പലർക്കും ഉണ്ടായിരിക്കും. പലരും പറഞ്ഞു കേട്ടി, എനിക്ക് അനുഭവം ഉണ്ടായിട്ട്. ആ സമയത്ത് ആദ്യമൊക്കെ എനിക്കിത് അറിയാത്തോണ്ട് ഞാൻ തിരിഞ്ഞു കിടന്ന് ഉറങ്ങുമായിരുന്നു. പിന്നെ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധമ രാത്രി ചില തട്ടും, ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് വിടുതലാണ്. അപ്പൊ എനിക്ക് തട്ടുന്ന എന്തിനാന്നുപോലും എനിക്ക് മനസ്സിലാകത്തില്ല. ഞാൻ അന്നേരം ചാടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പൊ കാരണം വെച്ചാൽ പരിശുദ്ധാത്മ നമ്മൾ അങ്ങനെ അങ്ങനെ തട്ടി ഉണർത്തുമ്പോൾ നമ്മൾക്കൊക്കെ ചരിഞ്ഞു കിടന്ന് ഉറങ്ങാതെ ചാടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമെങ്കിൽ പരിശുദ്ധാത്മ കൂടുതൽ കാര്യങ്ങൾ നമ്മളിലേക്ക് ഏൽപ്പിക്കാൻ തുടങ്ങും. ഹാലേലിയ. ചില കാര്യങ്ങൾ നമുക്കറിയാം. ഹാലേലിയ. ലോകത്ത് വരാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ദേശത്ത് വരാൻ പോകുന്ന ചില അപകടങ്ങളാണെങ്കിലും ചില കാലാവസ്ഥ വ്യതിയാനങ്ങളാണെങ്കിൽ ഇതൊക്കെ കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മ നമ്മളോട് ഇടപെടാൻ തുടങ്ങും. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളെ ഏൽപ്പിച്ചാൽ നമ്മൾ ഉത്തരവാദിത്തോടെ ചെയ്തെടുക്കുമെന്ന് തോന്നുന്നെങ്കിൽ മാത്രമേ നമ്മൾ ചില കാര്യങ്ങൾ ഏൽപ്പിക്കത്തുള്ളൂ. ഞാൻ എപ്പോഴും പറയും, നോഹിയെ ഹാലേലിയ ദൈവം പെട്ടകം പണിയാൻ ഏൽപ്പിച്ചതിന്റെ കാര്യം എന്താ വെച്ചാൽ, ദൈവത്തിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, നോഹയെ പെട്ടകം പണി ഏൽപ്പിച്ച നോഹ ദൈവം കൊടുക്കുന്ന അതേ മെഷർമെന്റിൽ അത് പണിയുമെന്ന്. 1 മില്ലിമീറ്റർ പോലും അങ്ങോട്ട് കൂട്ടിയോ കുറച്ചല്ല നോഹ പെട്ടകം പണിഞ്ഞ് ദൈവം കൊടുത്ത അതേ അളവിന് തന്നെ അതേപോലെ തന്നെ അതേ വലിപ്പത്തിൽ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് അതുപോലെ ചെയ്തു. ഇന്ന് നമ്മളെയൊക്കെ ചില പണികൾ ഏൽപ്പിക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളത് ചെയ്യത്തില്ലെന്ന് അറിയാവുന്നതാണ് ഏൽപ്പിക്കാത്തത്. ചെയ്യുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്കും ചിലതൊക്കെ ദൈവം തരും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ശുശ്രൂഷകരാകണം, ശുശ്രൂഷയിൽ പ്രയോജനപ്പെടണം, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മുമ്പ് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. പരിശുദ്ധാത്മ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ തുടങ്ങും. അത് വിശ്വസ്തയോടെ നിങ്ങൾ ചെയ്തു തുടങ്ങണം. അത് വിശ്വസ്തയോടെ ചെയ്യണമെങ്കിൽ നമ്മൾ വിശുദ്ധിയോട് ജീവിക്കാൻ തുടങ്ങണം. നമ്മളൊരു വിശ്വാസം വേണം. ഇത് 3 നമ്മളിലേക്ക് ഉണ്ടാകണം. ചില പാപങ്ങൾ സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ അതിനെ മനഃപൂർവ്വമായിട്ട് നമ്മൾ അതിനെ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. അതിനെ ഏറ്റു പറയണം. പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ ചിലപ്പോൾ അത് മാറുന്നില്ലെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് മാറുന്നത് വീണ്ടും ഉപവസിച്ച് പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ ഭയങ്കര മുൻകോപക്കാരിയായിരുന്നു. ഭയങ്കര കോപമായിരുന്നു എനിക്ക്. ഹല്ലേലൂയ. കോപം ഒരു ദുരാത്മാവാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു ദേവദാസിന്റെ പ്രസംഗം കേട്ടപ്പം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഉപവാസത്തിൽ 2 ഉപവാസത്തിലൊന്നും പോയിട്ടില്ല. ഇപ്പോഴത് പൂർണ്ണമായി പോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പിന്നീട് ഒരു ഉപവാസ സമയത്ത് ഞാൻ ഒന്ന് ബഹ്റിൻ വരെ പോയത്. പക്ഷെ ഷാർജ എയർപോർട്ട് വന്നപ്പം അവിടെ വന്നപ്പോൾ ഞാൻ കുടുങ്ങിപ്പോയാണ്. ഒരു 3 ദിവസം അതിനകത്ത് ഇരുത്തി ദൈവമാണ് ഇറ്റുന്ന ഡ്രസ്സോട് കൂടി അവിടെ ഇരുന്നപ്പോൾ നമ്മൾ കോപിക്കാതെ ഇരിക്കുന്ന മനസ്സിലായപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് ദൈവം എപ്പോഴും നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ ഇരിക്കുന്ന ഇരിപ്പ് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഷാർജ എയർപോർട്ടിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം ഭയങ്കര തണുപ്പാണ്.
ഭയങ്കര തണുപ്പ് അവിടെ എപ്പോഴും. ഹാലലിയ തണുപ്പിൽ ഹാലലിയ ഇട്ടുന്ന ഡ്രസ്സോട് കൂടി ഒന്നുമില്ല, മാറിയിടാൻ പോലും ഒന്നുമില്ല, ഹാലലിയ ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ. മൊബൈലിലെ ചാർജിന് മാത്രം എൻ്റെ ബാഗിലുണ്ട്, ബൈബിളും ഉണ്ട്, വേറെ ഒന്നുമില്ലായിരുന്നു എൻ്റെ കയ്യിൽ. പക്ഷെ എന്നിട്ട് 3 ദിവസം ഇരിപ്പിരി ഇരുന്ന് അവിടെ ഹല്ലേലൂയ. അതൊന്ന് പുറത്തിറങ്ങി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഹല്ലേലൂയ എന്നിലുള്ള കുറേ കാര്യങ്ങൾ. അപ്പൊ ദൈവം ചില സമയങ്ങളിൽ നമ്മളെ നമ്മുടെ പറയത്തില്ല, ചില കാര്യങ്ങൾ ദൈവം പരിപ്പെടുത്തത് ഹല്ലേലൂയ, അത് ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് എനിക്ക് അതുപോലെ ചില ടെസ്റ്റിലൂടെ ഒക്കെ നമ്മളെ കടത്തിവിടാറുണ്ട്. ആ ടെസ്റ്റിലൊക്കെ കടത്തിവിടുമ്പോൾ നമ്മൾ പാസ്സായ വരുമ്പോഴാണ് ചിലതൊക്കെ നമ്മുടെ കയ്യിലേക്ക് തരികയുള്ളൂ. വെറുതെ അങ്ങ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ആരും. ഏതാണ് ചില ദൈവദാസന്മാർ പറയുന്നത്, ഞങ്ങൾ വില കൊടുത്ത് നേടിയതാണ്. വില കൊടുത്തവർ കാശ് കൊടുത്ത് നേടിയെന്നല്ല. ഹല്ലേലൂയ ചിലരൊക്കെ ഹല്ലേലൂയ അവരെ ജീവിതത്തിൽ ചിലതൊക്കെ വേണ്ടത് നമ്മളൊക്കെ എല്ലാവരും അറിയാം. അത്ലറ്റ്സുകളായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ പലതും വർജിച്ചിട്ടാണ് അവർ ഓട്ടം ഓടുന്നത്. എല്ലാവരും തന്നെ നമുക്ക് വാരി വലിച്ചവർക്ക് തിന്നാൻ പറ്റില്ല, എല്ലാവരും കഴിക്കുന്ന ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം അവർ ചിലതൊക്കെ വർജിക്കണം. എന്തിനാ? ഈ ഓട്ടക്കാലത്ത് ഓടുന്നവരാ. അവർക്ക് ഓടി അതിന്റെ ബിരുദം പ്രാപിക്കണമെങ്കിൽ ആ പ്രൈസ് സ്വന്തമാക്കണം, ഫസ്റ്റ് എത്തണമെങ്കിൽ അവരുടെ ഫുഡിൽ ഒരു ഡയറ്റ് അവർ ക്രമീകരിക്കും. ഹല്ലേലൂയ. നമ്മൾ കിടന്നുറങ്ങുന്ന പോലെ ഉറങ്ങത്തരും. വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് അവർ ഓടാൻ പോകുക, അല്ലെങ്കിൽ നടക്കാൻ പോകുക, എക്സസൈസ് ചെയ്യാൻ പോകും, പലതും ചെയ്യും. അതുപോലെ അവർ ഭക്ഷണത്തിലാണെങ്കിലും പലതും വർജിക്കും അവർ. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഒരു കപ്പിന് വേണ്ടി ഓടുന്നവർക്ക് അതുപോലെ വർജനം ആവശ്യമാണെങ്കിൽ സ്വർഗ രാജ്യത്തിൽ ഹല്ലേലൂയ ഒരു കിരീടം പ്രാപിക്കാൻ ഓടുന്നവർക്ക് നമുക്ക് എത്ര വർജനം വേണം? അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞേ ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത് ജീവന്റെ കിരീടം പ്രാപിക്കുമെന്ന്. അപ്പോൾ നല്ല പോർ പൊരുതി ഓട്ടം കാക്കണമെങ്കിൽ ചിലതൊക്കെ വർജിച്ച് വേണം ഓടാനായിട്ട്. എല്ലാവരും പിടിക്കുന്നതെല്ലാം കയറി നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. എല്ലാവരും തിന്നുന്ന പോലെ പോയി തിന്നാൻ, എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വർജനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്പൊ പരിശുദ്ധാത്മ അഭിഷേകത്താൽ ഒരു ഓട്ടം നിങ്ങൾക്ക് തികയ്ക്കണമെങ്കിൽ ചിലതിനെയൊക്കെ വർജിക്കാൻ നിങ്ങൾ തയ്യാറാകണം. എല്ലാവരെയും പോലെ നമ്മൾ ആകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ അവിടെ നിന്നൊക്കെ ഒരു വ്യത്യസ്തരാണ്. നമ്മൾ വേർപെട്ട ജനമാണെങ്കിൽ ഒരു വേർപാട് നമ്മൾ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇത് വെറുതെ അങ്ങോട്ട് കിട്ടാതെ, അതുകൊണ്ടാ പറയുന്നത് വില കൊടുത്ത് നേടിയതാണെന്ന് പറയുന്നതിന്റെ കാര്യം. കാശ് കൊടുത്ത് മേടിച്ചു എന്നുള്ളതല്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ, മോഹങ്ങൾ, അങ്ങനെ പലതും അവര് ഹല്ലേലൂയ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഹല്ലേലൂയ അവരിത് പ്രാപിച്ച് ഇതിനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ഇത് പ്രാപിക്കാൻ പിന്നെ എളുപ്പമാണ്, പക്ഷെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കണം, ചിലത് വർജിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഹൃദയത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇന്ന് കേട്ടത് ഇതിപ്പോ 1, 2, 3-ാമത്തെ അത് ഒരു സെക്ഷനാണ് നമ്മൾ പറഞ്ഞത്. ഈ 3 സെക്ഷനിൽ നിങ്ങൾ ഇത് ഒന്നുകൂടെ കേട്ട് നിങ്ങൾ ഉറപ്പുവരുത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ ക്രമീകരിച്ച് നിങ്ങൾ അങ്ങനെ ആയിത്തീർന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളൊക്കെ ആത്മാവിന്റെ ഹല്ലേലൂയ നല്ല ശുശ്രൂഷകരായി മാറും. ഹല്ലേലൂയ. ഇന്ന് കാണുന്ന പോലെ അവിടെ ഇവിടെ തൊട്ടും തൊടിച്ചും പറയുന്ന പ്രവചനം പോലൊന്നുമല്ല. ഒരുവന്റെ മേൽ ആത്മാവ് വന്ന് അവൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് TV സ്ക്രീനിൽ കാണുന്ന പോലെ കണ്ടു തന്നെ പറയും. ഹല്ലേലൂയ. അവൻ ഒരു രോഗിയോട് നോക്കി പറയുമ്പോൾ ഹല്ലേലൂയ അവർ അതുപോലെ അത് അപ്പം തന്നെ രോഗാത്മ വിട്ടുമാറും. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ചില ഭൂതശക്തി അതുവരെ വെളിപ്പെടാതെ ചിലത് വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. അതിനെയൊക്കെ അപ്പൊ നമ്മൾ ആത്മാവിന്റെ ശുശ്രൂഷ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ ആദ്യം ഒന്ന് ക്രമീകരിക്കുക. ഇന്ന് കേട്ട കാര്യങ്ങളെല്ലാം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടുമെന്ന് ഞാൻ പറയും. നിങ്ങൾ നിങ്ങളുടെ ലെവൽ മാറും. വെറുതെ പറയുന്ന കണക്കല്ല. വെറുതെ ആൾക്കാർ പറയും, നിങ്ങളുടെ ലെവൽ മാറാൻ പോകുന്നു, നിങ്ങൾ അടുത്ത തലത്തിലേക്ക് കയറാൻ പോകുന്നു. അങ്ങനെ ആരും അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമീകരിക്കുമെങ്കിൽ, നമ്മൾ കേട്ട കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുമെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ അടുത്ത ലെവലിലേക്ക് കയറും, നിങ്ങളുടെ റലം മാറും. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിന്റെ നല്ല ശുശ്രൂഷരായി മാറും. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നോട്ട്സ് വേണമെങ്കിൽ ഞാൻ പറയും, ബോബി സിസ്റ്ററോട് പറഞ്ഞ ബോബി സിസ്റ്റർ ഷെയർ ചെയ്യും. ഈ 2 സെക്ഷൻ ഞാൻ പറയും, പാപം, ലംഘനം, അകൃത്യം എന്നുള്ള നോട്ട്സും പരിശുദ്ധാത്മ അഭിഷേകത്തെ കുറിച്ച് ഒരു 3 ദിവസം സെക്ഷനായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് 2 നിങ്ങൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുക. അതുപോലെ ഈ മെസ്സേജ് നിങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താനൊക്കെ മാറ്റം വരുത്തുക. ദിവസം ഏറ്റുപറയണമെങ്കിൽ ഏറ്റുപറയുക, ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിക്കുക. എന്നിട്ട് പൂർണ്ണമായി ആത്മാവിന് വിധേയപ്പെടുത്തി നിങ്ങളെ കൊടുക്കുമെങ്കിൽ അടുത്ത സെക്ഷനിലൊക്കെ നിങ്ങളൊക്കെ ശക്തമായി ആത്മാവിനാൽ പ്രയോജനപ്പെടുന്നവരായി മാറും. വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.